വാവ്, ഇലക്ട്രിക് ബെല്ല്, ഒരു മണിയും ഒരു റീലും ഉപയോഗിച്ചാണ് നമ്മൾ ഇന്നത്തെ പരിപാടി. ഒരു നൊസ്റ്റാൾജിയ ഫീലില്ലേ? അതെ, എനിക്കും ഉണ്ട് ഒരു നൊസ്റ്റാൾജിയ ഫീല്. ഏകദേശം 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഒരു ഇലക്ട്രിക് ബെൽ ഉണ്ടാക്കാൻ നോക്കിയത്. അന്ന് എൻ്റെ ഫ്രണ്ട് സുനേഷിൻ്റെ അച്ഛൻ ആദ്യമായിട്ട് എനിക്കൊരു ഇലക്ട്രിക് ബെൽ ഉണ്ടാക്കിയതൊന്ന് AC വർക്ക് ചെയ്യുന്നത്. അന്ന് ഷോക്ക് കാരണം പേടിച്ചാൽ പിന്നീട് ഉണ്ടാക്കിയില്ല അത്. പക്ഷേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് DC വർക്ക് ചെയ്യുന്ന ഷോക്ക് അടിക്കാത്ത ഒരു റിലേയും ഒരു ബെല്ലും മാത്രം ഉപയോഗിച്ചുള്ള ഒരു ഇലക്ട്രിക് ബെല്ലാണ്. DC വർക്ക് ചെയ്യുന്ന ഇലക്ട്രിക് ബെല്ലാണ്. അപ്പോൾ ഇത് ഷോക്ക് അടിക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. നമുക്ക് നോക്കാതെ എങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന് മുന്നോടിയായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു ബെല്ലോട് കൂടി നമ്മുടെ വീഡിയോ അവസാനിക്കും. അപ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ട് വീഡിയോ കാണണം. അപ്പോൾ ഇലക്ട്രിക് ബെൽ. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടതൊരു ബെല്ലാണ്. പിന്നെ വേണ്ടത് നമുക്കൊരു റിലേ ആണ്. ഈ റിലേ എന്ന് പറയുന്നത് സാധാ 12 വോൾട്ടിൻ്റെ ഒരു 6 ആംസിലൊക്കെ വർക്ക് ചെയ്യുന്ന 200 ഓംസിൻ്റെ റിലേ ആണ്. അപ്പോൾ റിലേ എന്ന് ഞാൻ പരിചയപ്പെടുത്താണ് നിങ്ങൾക്ക്. റിലേ എന്ന് പറയുന്നത് നമ്മളൊരു മാഗ്നറ്റിക് സ്വിച്ചാണത്. അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് 12 വോൾട്ട് 6 വോൾട്ടിലൊക്കെ ആയിരിക്കും. നമ്മൾ സ്പെസിഫിക്കേഷൻ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഇത്തരത്തിലുള്ള റിലേ ആണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ റിലേയുടെ നമുക്ക് ഈ പോർഷൻ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. ആ എടുക്കുമ്പോൾ നമുക്ക് 2 സ്ക്രൂ കിട്ടും. എൻ്റെ കൂട്ടത്തിൽ ഈ 2 സ്ക്രൂ ഉപയോഗിച്ചാണ് ബാക്കിയുള്ള പരിപാടി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമില്ലാത്തതാണ്. അപ്പോൾ ഇത് മാറ്റി വയ്ക്കുകയാണ്. പിന്നെ നമുക്ക് ആവശ്യമില്ല ഇത് ബാക്കി എല്ലാ പരിപാടിയും നമ്മൾ ചെയ്യുന്നത് ഇത് ഉപയോഗിച്ചിട്ടാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന 2 പോയിൻറ്റ്സ് ഉണ്ടായിരിക്കും. ഈ 2 പോയിൻറ്റ്സ് ഒരെണ്ണം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ബാക്കി ഇതാണ് നമുക്ക് ആവശ്യമുള്ളത്. ഒരു തകിടിൻ്റെ പീസാണ്. ഈ തകിടിൻ്റെ പീസ് ഞാൻ അതിൻ്റെ ഒരു ചെറുതായിട്ട് ഹോൾ ഇട്ടിട്ട് അതിലൊരു നെറ്റ് കയറ്റിയിട്ടുണ്ട്. ഈ നെറ്റാണ് നമുക്ക് ഇതിൻ്റെ ഹാമറായിട്ട് വർക്ക് ചെയ്യണത്. ഈ നെറ്റാണ്. തകിടിൻ്റെ ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഒരു ഭാഗം സോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ മാഗ്നറ്റ്. ഇവിടെ നമ്മൾ സപ്ലൈ കൊടുക്കണം. അതിൻ്റെ 2 കോയിൻ്റെ 2 പോർഷനാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇത് മാഗ്നറ്റ് ആയി കഴിഞ്ഞാൽ ഈ മോളുടെ ഭാഗത്ത് ഇത് താഴേക്ക് ഇങ്ങനെ പുൾ ചെയ്യുന്നതാണ് ഇതിൻ്റെ വർക്കിങ്. ഇതിന് വേണ്ടിയിട്ട് സ്പ്രിങ് ഉണ്ട്. ആ സ്പ്രിങ് ഇതിനെ വീണ്ടും റീസ്റ്റോർ ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടിയാണത്. കുട്ടികളുടെ സൈക്കിളിൻ്റെ ബെല്ലാണ് ഞാനതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. മറ്റൊന്ന് ഇതിന് വേണ്ടി ഞാൻ ചെറിയൊരു സംഭവം എടുത്തിട്ടുണ്ട്. അതെന്ന് പറയുന്നത് ചെറിയൊരു തകിടിൻ്റെ പീസാണ്. ഈ തകിടിൻ്റെ പീസിൽ ചെറിയൊരു നട്ട് ബോട്ടിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയൊക്കെയാണ് ഫിറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ബെല്ലിൻ്റെ പോർഷനിൽ ഞാൻ ഈ തകിടിൻ്റെ പീസ് ഇങ്ങനെ അതുപോലെ നട്ടിട്ട് കയറ്റുകയാണ്. ഓക്കെ, അതിങ്ങനെ കയറ്റിയിട്ടുണ്ട്. ഇനി ഈ ഭാഗമാണ് നമ്മൾ ഇതിൽ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. ഇതിന് കറക്റ്റ് സൂട്ടാവുന്ന ഉള്ളിൽ കയറാവുന്ന രീതിയിൽ ഇതിനെ നമുക്ക് സൂട്ടാക്കി എടുക്കണം. അടുത്തായിട്ട് ആ ചെറിയ പീസാണ് നമ്മളുടെ ഹാമർ. അപ്പോൾ ഹാമർ നമുക്ക് സോൾഡ് ചെയ്ത് പിടിപ്പിക്കാം. ഓക്കെ, അതിനുശേഷം എനിക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതിൽ സോൾഡ് ചെയ്ത് പിടിപ്പിക്കണം. ഇതുപോലെ ഇത് ബെല്ലിൻ്റെ ഒരു ഹാമറായിട്ട് വർക്ക് ചെയ്യുന്ന ഭാഗമാണ്. നെക്സ്റ്റിന് ചെയ്യാനുള്ളത് ഇതിലേക്ക് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനനുസരിച്ചുള്ള ഒരു ഹോൾ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് ഇങ്ങനെ ഇതിൽ കയറാവുന്ന രീതിയിൽ ഇങ്ങനെ ആയിരിക്കണം നമ്മൾ പിടിപ്പിക്കേണ്ടത്. അപ്പോൾ ഇത് കറക്റ്റ് ടച്ച് ആവുന്ന രീതിയിലായിട്ടുണ്ട്. ഇതൊരു ഹാമറായിട്ട് വർക്ക് ആവുന്ന രീതിയിൽ. അപ്പോൾ ബെല്ല് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഇതിൻ്റെ ഈ ഉൾഭാഗം ടച്ച് ആവാൻ പാടില്ല. നല്ലൊരു ആവശ്യത്തിനുള്ള ഗ്യാപ്പ് ഇതിനുണ്ടാവണം. ഇത് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ലൂസാണ്. നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഞാൻ ബെല്ലൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. നമുക്ക് ഇവിടെ എല്ലാം വർക്ക് ചെയ്യുന്നത് നല്ല തോന്നാം. കറക്റ്റായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഇവിടെ സപ്ലൈ കൊടുക്കുമ്പോൾ ഈ ഭാഗമാണ് താഴ്ന്നു വരിക. തകിടിൽ നമുക്ക് ജസ്റ്റ് ചെറുതായിട്ടൊരു ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരു പോർഷൻ ഉണ്ട്. ഈ ഭാഗം നമുക്ക് സോൾഡ് ചെയ്ത് പിടിപ്പിക്കാനായിട്ട് ആവശ്യമുള്ളതാണ്. അതുപോലെ തന്നെ വേറൊരു പോർഷൻ അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ പീസിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുത്തുള്ളതാണ്. ഇത് കണ്ട് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് താറാവിൻ്റെ ഒരു ഷേപ്പൊക്കെ ഉണ്ട്. ആ രീതിയിൽ ഇതിനെ നമ്മൾ കറക്റ്റ് എഡ്ജാക്കിയിട്ട് നല്ല ഷാർപ്പായിട്ടുള്ളൊരു പോയിൻ്റ് ആക്കിയിട്ട് ഇതിനെ നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കണം. ഇത് നമുക്ക് ഇവിടെയാണ് ഫിക്സ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ചെറിയൊരു നട്ട് ഇടുക. നമുക്ക് നട്ട് ഇടുകയാണ് ഞാൻ. അതിന് ശേഷമാണ് ഇത് ഇടുന്നത്. അതിട്ടതിന് ശേഷം ഇത് ഇതുമ്പോൾ ടച്ച് ആവുന്ന രീതിയിൽ ഈ ഭാഗത്ത് ടച്ച് ആവുന്ന രീതിയിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്യണം. അതിന് ശേഷം വീണ്ടും അടുത്ത് നട്ടിട്ട് ഞാനൊന്ന് മുന്നോട്ടൊന്ന് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിനെ. ഇപ്പോൾ ഇതൊന്ന് കണ്ടാൽ മനസ്സിലാവും. ഇത് മാക്സിമം ഇവിടെ മുട്ടിയിരിക്കുകയാണ്. ഇത് നമ്മളുടെ ഗ്യാപ്പ് വളരെ കുറവാണ്. ഈ കണ്ടീഷനിൽ ഇത് വർക്ക് ചെയ്യില്ല, ബെല്ലായിട്ട് വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ലൂസാക്കി കൊടുക്കുക. ലൂസാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഇതുപോലെ കറക്റ്റ് ചെറിയൊരു മോഷൻ സംഭവിക്കും. കറക്റ്റായി ടച്ച് ആവുകയും ചെയ്യും. ഇത് ഹാമറാണ്. ഹാമർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതുപോലെ ഒരു സ്വിച്ചാണ്. ഇതിൻ്റെ ഒരു ഫ്ലെക്സിബിൾ സ്വിച്ചാണത്. ഈ സ്വിച്ച് ഇതുപോലെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഈ പോർഷൻ നമുക്ക് യഥാർത്ഥത്തിൽ ലൂസാക്കി കൊടുത്തതിന് ശേഷം ഈ സ്ക്രൂ ഞാൻ എടുക്കുകയാണ്. അതിന് ശേഷം എനിക്കിവിടെ സപ്ലൈ കൊടുക്കാനുണ്ട്. ആ സപ്ലൈ കൊടുക്കാനായിട്ട് ഞാൻ ചെറിയൊരു തകിടിൻ്റെ പീസ് അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ തകിടിൻ്റെ പീസാണത്. ഈ പീസിട്ട് നമുക്കിതിൽ ഫിക്സ് ചെയ്യാൻ പോവാണ് ഞാൻ.
നമ്മൾ ബാറ്ററിയിൽ കണക്ട്. ഇപ്പോൾ എൻ്റെ കയ്യിലൊരു 12 വോൾട്ടിൻ്റെ 1.5 ഒരു ആമ്പിയറിൻ്റെ ഒരു ബാറ്ററി ഉണ്ട്. ഈ ബാറ്ററിയിലാണ് നമ്മളിത് കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സ്വിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇത്തരത്തിൽ നമുക്ക് വയറിങ് ചെയ്യാനുള്ളത്. അപ്പോൾ റിലേ എന്നുള്ള കണക്ഷൻ നമ്മൾ സ്വിച്ച് വഴി നമ്മൾ സപ്ലൈക്ക് കൊടുത്തിരിക്കുകയാണ്. ഞാൻ ഏകദേശം ഒരു 12 വോൾട്ടോളം കൊടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ വയറിനൊക്കെ അടച്ചിട്ടുണ്ട്. അപ്പോൾ സ്വിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. സ്വിച്ചിൽ നിന്നുള്ള കണക്ഷൻ ഇതിലേക്ക് 2 കോയിലേക്കും ഈ സ്വിച്ച് വഴിയാണ് നമ്മൾ ഈ കട്ട് ചെയ്തിട്ടുള്ള ഈ പോർഷൻ വഴിയാണ് കൊടുത്തിട്ടുള്ളത്. ഇത്രയൊരു ഇലാസ്റ്റിസിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ വയർ ഞാൻ ജസ്റ്റ് പവർ സപ്ലൈ കൊടുത്തിട്ടുണ്ട്. ബാറ്ററിക്കാണ് കൊടുത്തിട്ടുള്ളത്. ഒക്കെ നിങ്ങൾ നേരത്തെ കണ്ടതാണ് ബാറ്ററി. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത് വർക്ക് ചെയ്ത് നോക്കണം എങ്ങനെ ഉണ്ടെന്നുള്ളത്. നല്ല ശബ്ദം ഉണ്ട് കേട്ടോ. ആ ഉദ്ദേശം പോലെ നല്ല ശബ്ദം ഉണ്ട്. ഇത് കുറച്ചുകൂടി വോൾട്ടേജ് കൂടുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ശബ്ദത്തിൽ വർക്ക് ചെയ്യും. ഇത് കണ്ടാൽ മനസ്സിലാവും വളരെ ഈസി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഞാൻ. ഇപ്പോൾ ഫൈനൽ ടെസ്റ്റ് റെഡിയാണ്. ഞാൻ സപ്ലൈ കൊടുത്തിട്ടുണ്ട് 12 വോൾട്ട്. ബെല്ലിൻ്റെ എല്ലാം മേക്കിങ് കഴിഞ്ഞു. സ്വിച്ച് ഫിറ്റ് ചെയ്ത് എല്ലാം റെഡിയായി. ആൾ ഉഷാറായിട്ട് നല്ല ശബ്ദത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ സംഭവം ഇഷ്ടമായെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് വേണ്ട എത്രയേ ഉള്ളൂ SSLC. സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക് ആൻഡ് കമൻറ്റ്. അപ്പോൾ അത് ആവശ്യത്തിലധികം തരിക. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.